തൊടുപുഴ അർബൻ ബാങ്ക് തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവുമായി UDF. അഴിമതി നടത്തിയ അർബൻ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡപ്രകാരം ബാങ്ക് തുറന്നു പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടികൾ CPIM ജില്ലാ നേതൃത്വം കൈക്കൊള്ളണമെന്ന് UDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബാങ്കിന്റെ ഭരണസമിതിയിൽ ഇതിന്റെ അംഗങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം 2 വർഷമായിട്ട് യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. റിസർവ് ബാങ്കിന്റെ ഭരണസമിതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് RBI നിർദ്ദേശപ്രകാരം 2022 മുതൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച തൊടുപുഴ അർബൻ ബാങ്ക് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. ഈട് വസ്തുക്കളുടെ വില പെരുപ്പിച്ച് കാണിച്ചും മതിയായ രേഖകൾ ഇല്ലാതെയും വായ്പാ പരിധി ലംഘിച്ചും നൽകിയ വായ്പകൾ തിരിച്ചു പിടിക്കാത്തതാണ് ബാങ്കിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. ബാങ്ക് അടച്ചിട്ടിരിക്കുന്നതിനാൽ CPM സ്വാധീനം മൂലം ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള താലൂക്കിലെ 11ഓളം സഹകരണ സംഘങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്നും അഴിമതികൾക്ക് കൂട്ടുനിന്ന ബാങ്ക് ചെയർമാൻ അടക്കമുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ട് ബാങ്ക് തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ CPM നേതൃത്വം ഇടപെടണമെന്നും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം വന്നു. ഈ കാര്യങ്ങളിലൊന്നും ബാങ്ക് ഭരണസമിതി ചർച്ച ചെയ്യാനോ ബാങ്ക് ഭരണസമിതി ഇതിന് മറുപടി കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനോ തയ്യാറല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ബാങ്ക് ചെയർമാൻ CPMന്റെ നേതാവാണ്. 2, ഈ 8 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത ജീവനക്കാരും മറ്റ് കൃത്രിമം കാണിച്ച ജീവനക്കാരും പലരും CPMന്റെ അനുഭാവികളാണ്, അവരുടെ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്കെതിരെ നടപടി എടുക്കുന്നതിനെ സംബന്ധിച്ച് ബാങ്ക് ഭരണസമിതിയിൽ ഒരു കാരണവശാൽ CPMന്റെ നിർദ്ദേശമുണ്ട്, ജില്ലാ കമ്മിറ്റി നിർദ്ദേശമുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനൊന്നും നടപടിയില്ല. ഇതിൻ്റെ അടിസ്ഥാനം ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ കാര്യത്താലാണ് ഈ ഓഗസ്റ്റ് 23-നും ഇനി ഈ ബാങ്ക് തുറക്കാനുള്ള സാധ്യതകൾ ഇപ്പം വിരളമായിരിക്കുന്നത്. ബാങ്ക് തുറന്നു പ്രവർത്തിപ്പിക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിച്ചാൽ ചെയർമാൻ VV മത്തായിയുടെ പേരിലും ക്രമക്കേട് നടത്തിയ CPM അനുഭാവികളായ ചില ബാങ്ക് ജീവനക്കാരുടെ പേരിലും നടപടി എടുക്കേണ്ടതായി വരുമെന്നും UDF നേതൃത്വം പറഞ്ഞു. ഇപ്പം വീണ്ടും ഒരു ചെറിയ പ്രൊപ്പോർഷൻ ഈ ഇക്വേഷൻ ശരിയായ വായ്പയുടെയും അതുപോലെ തന്നെ റിക്കവറിയുടെയും ഇക്വേഷൻ ഏകദേശം ഇടയ്ക്ക് ഒരു ക്രമത്തിലായി വന്നിരുന്നതാണ്. വീണ്ടും ഇപ്പോൾ പഴയ രീതിയിൽ അതിൻ്റെ അനുപാതം തെറ്റി. ആ അനുപാതം തെറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും റിസർവ് ബാങ്കിന് സമ്മതിക്കത്തില്ല. ഇപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയിരക്കണക്കിനുള്ള 100 കണക്കിനുള്ള ആളുകൾ ഈ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ മക്കളുടെ കല്യാണ ആവശ്യത്തിന് പോലും ഒരു നയാ പൈസ തിരിച്ചു കൊടുക്കാത്ത സ്ഥിതി ഈ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഈ തൊഴിൽ താലൂക്കിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച നിരവധി ബ്രാഞ്ചുകളുള്ള കൃഷിക്കാർക്ക്, സാധാരണക്കാർക്ക് എപ്പോഴും ഒരു അത്താണിയായിരുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ ഇപ്പോൾ ഒരു നയാ പൈസയുടെ പോലും അവർ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കാശ് പോലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിട്ട് വളരെ ഗുരുതരമായ സ്ഥിതിയാണ്. എന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കണ്ടേ? ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയമാണ്. അർബൻ ബാങ്കിന്റെ തകർച്ച താലൂക്കിലെ മുഴുവൻ ബാങ്കുകളുടെയും സഹകരണ സംഘങ്ങളുടെയും വിശ്വാസ്യതയെ ബാധിച്ചതായും ബാങ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ജൂൺ 26 മുതൽ ജൂലൈ 3 വരെ ജനകീയ കൺവെൻഷനുകളും ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 6 വരെ ബാങ്കിന്റെ മുഴുവൻ ബ്രാഞ്ചുകൾക്ക് മുന്നിലും തുടർ സമരങ്ങളും നടത്തുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വൈഡ് പബ്ലിസിറ്റി കൊടുത്ത് ഈ ഭരണസമിതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയാണ്. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഈ ബാങ്കിന്റെ ഭരണസമിതിയിൽ ഇതിന്റെ അംഗങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം 2 വർഷമായിട്ട് യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. റിസർവ് ബാങ്കിന്റെ ഭരണസമിതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിടണം. ഈ പിരിച്ചുവിട്ട് ഈ ഭരണസമിതിക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് സ്വതന്ത്രമായ ഒരു സംവിധാനം ആ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി നിയമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ ബാങ്ക് സുഗമമായി ഒരു ബാങ്കിങ് നടത്തുന്ന പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, UDF നിയോജക മണ്ഡലം ചെയർമാൻ AM ഹാരിദ്, കൺവീനർ NI ബെന്നി, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, M മോനിച്ചൻ, TJ പീറ്റർ, ഷാജി ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ.
പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC HUK പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.